കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. പേട്ടേന്ന് ശ്രീ മുഖം പിടിച്ച് ശിവയുടെ ചുണ്ടുകൾ പൊത്തിപ്പിടിച്ചു. എന്നൊന്നും ചെയ്യല്ലേ, എനിക്ക് വ്രതാണ്. ശ്രീ അവസാനം വന്നവണ്ണം പറഞ്ഞു. വ്രതോ? ആ അതന്നെ. എന്താ കേട്ടിട്ടില്ലേ? നീ എന്തിനാ വ്രതം എടുക്കുന്നത്? അച്ഛമ്മ പറഞ്ഞിട്ടാ. നിന്നെ എനിക്കറിയില്ല ശ്രീ. നിന്റെ ഒരളവ് എൻ്റെ അടുത്ത് നടക്കില്ല മോളെ. എൻ്റെ ശിവനെ ഇങ്ങനത്തെ വിശ്വസിച്ചില്ലേ? ഞാൻ സത്യ പറഞ്ഞേ. അല്ലെ ഞാനെന്താ നിങ്ങളോട് കള്ളം പറയുന്നത്? നീ ആയതുകൊണ്ടേ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഫുൾ ഉടായ്പാണ് നീ. ഉടായ്പ നിങ്ങളുടെ മാറ്റങ്ങളാണ് കാലം. ഞാൻ പറഞ്ഞ സത്യമാണ്. വേണമെങ്കിൽ അച്ഛമ്മക്ക് വിളിച്ചു നോക്ക്. അല്ലെ വേണ്ട, നിങ്ങൾ അപ്പച്ചിയോട് ചോദിച്ചു നോക്ക്. അപ്പം അറിയാലോ ഞാൻ പറഞ്ഞ സത്യമാണോ കള്ളാണോ എന്ന്. ഈ മൂത്തശ്ശിക്ക് എന്തിൻ്റെ കേടാ വയസ്സാം കാലത്ത് വെറുതെ വേറുള്ളവരുടെ കഞ്ഞിൽ പാറ്റിയിടാൻ. ശിവശ്രീയെ താഴെ നിൽക്കി പെരുകുടുത്തുകൊണ്ട് തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി. പൊട്ടൻ, ഈ കാലിന് ഇത്രയ്ക്ക് മണ്ടനായിരുന്നെ ദൈവേ. എന്നിട്ട് കുറെ സങ്കടപ്പെടുത്തിയതില്ലേ? അതിനൊക്കെ പകരം വിട്ടാതെ ഈ ശ്രീനന്ദ അടങ്ങില്ലടാ മിസ്റ്റർ ശിവനാഥരാമൻ. ശ്രീ എന്തൊക്കെയോ തീരുമാനിച്ച് ഊറിച്ചിരിച്ച് ഫ്രഷാകാനുള്ള ഡ്രസ്സും എടുത്ത് താഴേക്ക് പോയി. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴാണ് ശിവശ്രീയെ കാണുന്നത്. എല്ലാവരും ഇരുന്ന് കഴിക്കാൻ നേരത്താണ് ശ്രീ അവളുടെ പ്ലേറ്റിലേക്ക് ചിക്കൻ കറി വിളമ്പുന്നത് ശിവയുടെ ശ്രദ്ധയിൽപ്പെടും. അമ്മേ, എന്താടാ ഈ വ്രതവും നോയമ്പുള്ളവർക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്തേ? ഒന്നുമില്ല. അപ്പൊ നീ കള്ളം പറഞ്ഞതാണല്ലടി. കാണിച്ചു തരാടി നിനക്ക് ഈ ശിവ ആരാണെന്ന് നിനക്കറിയില്ല. മനസ്സിൽ പറഞ്ഞ് ശിവ അവളുടെ കയ്യിൽ നിന്ന് ചിക്കൻ കറി ബോൾ വാങ്ങി മാറ്റിവെച്ചു. ശ്രീയും മറ്റുള്ളവരും ഇതിപ്പോൾ എന്താണ് കഥ എന്നറിയാതെ അവൻ ചെയ്യുന്നത് നോക്കി നിന്നു. അമ്മേ, ഉച്ചക്കുണ്ടായിരുന്ന സാമ്പാർ ബാക്കിയിരിക്കുന്നുണ്ടോ? നിനക്കിപ്പോൾ അതെന്തിനാ? ആവശ്യമുണ്ടമ്മേ, എടുത്തിട്ട് വാ. ഈ ചെക്കൻ അത് തണുത്ത് കാണും ശിവ. കുഴപ്പമില്ലമ്മ, എടുത്തിട്ട് വാ. ശിവ പറഞ്ഞത് അംബിക എണീറ്റ് കിച്ചണിലേക്ക് പോയി ഒരു ബൗളിലായി കുറച്ച് സാമ്പാറുമായി തിരിച്ചു വന്നു. ശിവത് വാങ്ങി വെച്ച് ശ്രീയുടെ മുന്നിലെ പ്ലേറ്റ് എടുത്ത് മാറ്റി വെച്ച് വേറെ പ്ലേറ്റ് എടുത്ത് അവിടെ മുന്നിലേക്ക് വെച്ച് അതിലേക്ക് ചോറ് വിളമ്പി സാമ്പാർ കഴിക്കാൻ നിന്നതും ശ്രീ ബോധം വന്നതുപോലെ പെട്ടെന്ന് അവനെ തടഞ്ഞു. എന്തീ കാണിക്കുന്നേ? എനിക്ക് സാമ്പാർ വേണ്ട. നിനക്കല്ലേ എന്തോ വ്രതമൊക്കെ ഉള്ളത്, അതുകൊണ്ട് നീ ഇത് കഴിച്ചാൽ മതി. കഴിക്ക്. എൻ്റെ ദേവിയെ, വെളുക്കാൻ തെച്ച പാണ്ടായോ? ഇതിങ്ങനെ മനപ്പൂർവ്വം എനിക്ക് തന്ന പാണിയാണ്. ശ്രീ ദയനീയതയോടെ മുന്നിലുള്ള പ്ലേറ്റിലേക്ക് നോക്കി, പിന്നെ എല്ലാവരെയും നോക്കി. ശരത്ത് സംഭവം എന്താണെന്ന് ചോദിച്ചതും അവൾക്ക് സ്പെഷ്യൽ വ്രതാണെന്ന് മാത്രം പറഞ്ഞ് ശിവ ഒഴിഞ്ഞു മാറി. ശിവക്ക് അറിയാമായിരുന്നു ശ്രീക്ക് നോൺ വെജ് ഇല്ലാതെ കഴിക്കാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് ബോധപൂർവം ഇങ്ങനെ ചെയ്തത്. അതൊക്കെ കഴിച്ചിട്ട് ഇവിടെ എണീറ്റാൽ മതി, മനസ്സിലായോടി? ശിവ കണ്ണിട്ട് ശ്രീയോട് പറഞ്ഞതും ശിവ പറഞ്ഞത് കേട്ട് ശ്രീ എല്ലാവരെയും നോക്കിയതും ഞങ്ങൾ ഈ നാട്ടുകാരല്ലെന്ന ഭാവത്തിൽ കഴിപ്പ് തീർന്നു. ഞാൻ ചുമ്മാ പറഞ്ഞ, എനിക്കിത് വേണ്ട പ്ലീസ്. അവസാനം നിവൃത്തിയില്ലെന്ന് കണ്ട് ശ്രീ പറഞ്ഞു. അങ്ങനെ വഴിക്ക് പോ, ഏതായാലും വിളമ്പിയതല്ലേ, നീ അത് കഴിച്ചിട്ട് എണീറ്റാൽ മതി. ശിവ, നീയൊന്നും മിണ്ടാതിരുന്നേ. അവൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനാ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്? മോൾക്കത് വേണ്ടേ കഴിക്കണ്ട കേട്ടോ. ശ്രീയുടെ പാവം കണ്ട് പാവം തോന്നിയ രാമനാഥൻ ശിവയോട് പറഞ്ഞ അവസാനം ശ്രീയോടായി പറഞ്ഞു നിർത്തി. അച്ഛൻ പറഞ്ഞത് കേട്ട് ശിവ പിന്നെ ഒന്നും പറയാൻ പോയില്ല. അല്ലെങ്കിൽ അങ്ങ് മുത്താണ് ഉമ്മ. ശ്രീ ശിവയെ നോക്കി പൂച്ഛിച്ചു. നേരത്തെ ശിവ മാറ്റിവെച്ച ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങിയതും അവൻ അവളെ നോക്കി ചുണ്ടുകൊട്ടി കഴിപ്പ് തുടങ്ങി. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതും ശ്രീ അവിടെ തന്നെ ചുറ്റിക്കറങ്ങിയും ഫോൺ നോക്കിയും ശീതവിൽ വിളിച്ച് കത്തിയടിച്ചും TV കണ്ടും പരമാവധി സമയം ചെലവഴിച്ചു. കാരണം മറ്റൊന്നുമില്ല, താൻ പറ്റിച്ചതാണെന്ന് അറിഞ്ഞ സ്ഥിതിക്കുള്ള ശിവയുടെ റിയാക്ഷൻ ഓർത്തുള്ള പേടിയാണ്. കുറച്ചു നേരം കൂടി ശ്രീ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. പിന്നെ എല്ലാവരും കിടക്കാൻ പോയതും പതിയെ സ്റ്റെയർ കയറി മുകളിലേക്ക് നടന്നു. അവരുടെ റൂമിന്റെ മുന്നിലെത്തിയതും ശ്രീ പതിയെ ഡോറ് തുറന്ന് ആമതോടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കുന്നത് പോലെ റൂമിൻ്റെ ഉള്ളിലേക്ക് തലയിട്ട് നോക്കി. റൂമിൽ ശിവയെ കാണാതെ വന്നതും ബാൽക്കണിയിലാകുമെന്ന് കരുതി ശ്രീ വേഗം ഉള്ളിലേക്ക് കയറി ശബ്ദമുണ്ടാക്കാതെ ഡോറടച്ച് ലോക്ക് ചെയ്ത് അവൻ വരുന്നതിന് മുമ്പ് കിടന്നുറങ്ങാൻ വേണ്ടി ശ്രീ ബെഡ് ലക്ഷ്യം വെച്ച് 2 അടി വെച്ചതും പെട്ടെന്ന് തന്നെ അവൾ വായുവിൽ ഉയർന്നു പൊങ്ങിയിരുന്നു. അത് ശിവയാണെന്ന് അറിയാവുന്നതുകൊണ്ട് ശ്രീക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ലെങ്കിലും അവളുടെ ദേഹം മൊത്തം വിറയിൽ പടർന്നു. കുതിര ഇറങ്ങണമെന്നുണ്ടെങ്കിലും ശ്രീക്ക് പേടികൊണ്ട് കൈകാലുകൾ ചലിക്കാത്തതുപോലെ തോന്നി. തൻ്റെ കൈകളിൽ കിടന്ന സ്ത്രീയെ ശിവ പതിയെ ബെഡിലേക്ക് കിടത്തിയ പാടെ എണീറ്റ് ഓടാൻ നോക്കിയ സ്ത്രീയെ വീണ്ടും പിടിച്ച് അവളുടെ മുകളിൽ അവൾക്ക് അഭിമുഖമായി കൈകുത്തി അവളുടെ കണ്ണിലേക്ക് നോക്കുന്നു. അവൻ്റെ കാപ്പിക്കണ്ണിലെ കാന്തികതയിൽ അവൾ സ്വയം ലയിച്ചു പോയിരുന്നു. നീ എന്താ മോളെ കരുതി?
ഈ ശിവയെ പറ്റിച്ച് രക്ഷപ്പെടാന്നോ? തൻ്റെ ചെവിക്കരികിൽ മുഖമടുപ്പിച്ച് ശിവ പതിഞ്ഞ സ്വരത്തിൽ പറയുന്നത് കേട്ട് ശ്രീ പേടിയോട് ഉമിനീരിറക്കി ശിവയെ നോക്കി. എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയണമെന്നുണ്ടെങ്കിലും വാക്കുകളൊക്കെ തൊണ്ടയിൽ കുരുങ്ങി ശബ്ദം പുറത്തേക്ക് വരാത്ത പോലെ തോന്നി ശ്രീ. എന്നെ പറ്റിച്ച് രക്ഷപ്പെടാൻ നോക്കിയതിന് നിനക്ക് സമ്മാനം വേണ്ടേ ശ്രീ? ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ശിവ അവളുടെ ചെവിത്തുമ്പിൽ പതിയെ കടിച്ചതും ശ്രീ അവൻ്റെ ഷോൾഡറിൽ മുറുകെ പിടിച്ച് വേണ്ടെന്ന് ഇരുവശത്തേക്കും തലയാട്ടി. എന്നാൽ ശിവയുടെ നോട്ടം തൻ്റെ അതരങ്ങളിലാണെന്ന് അറിഞ്ഞതും ശ്രീ കണ്ണുകൾ ഇറുകിയടിച്ച് കിടന്നു. അവളുടെ പിറക്കുന്ന അതരങ്ങളിലേക്ക് വിയർപ്പ് പൊടിഞ്ഞ കുഞ്ഞു മുഖത്തും അവൻ്റെ കണ്ണുകൾ അലിഞ്ഞാണ്. കുറച്ചു കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്തത് കണ്ട് കണ്ണു തുറന്ന് നോക്കിയ ശ്രീ കാണുന്നത് തന്നെ നോക്കി കൈകൊണ്ട് തല താങ്ങി തൻ്റെ അടുത്തായി ചെരിഞ്ഞു കിടക്കുന്ന ശിവയാണ്. നീ എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചോ ശ്രീ? അവളുടെ ചെന്നൈയിലൂടെ ഒഴുകുന്ന വിയർപ്പ് തുള്ളികളെ ചൂണ്ടുവിരലാൽ തുടച്ചു മാറ്റി കുസൃതി ചിരിയോടെ ശിവ ചോദിച്ചതും ശ്രീ അവൻ്റെ കൈകൾ തട്ടിമാറ്റി ശിവയെ കൂർപ്പിച്ചു നോക്കി. ആ നിമിഷം തന്നെ ശിവ അവളുടെ ആദരങ്ങൾ അവൻ്റെ ആദരങ്ങളാൽ പൊതിഞ്ഞിരുന്നു. അല്ല, നീ എന്തിനെങ്ങനെ വേർക്കുന്നേ? ചൂട് കൂടുതലുണ്ടോ? ഏസിയുടെ തണുപ്പ് കൂട്ടണോ? എനിക്കാണെങ്കിലേ ഇപ്പം നല്ല തണുപ്പാണ് തോന്നുന്നത്. ശിവ ഒന്നുകൂടെ ശ്രീയോട് ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞതും ശ്രീ നീങ്ങിക്കിടക്കാൻ നോക്കിയതും ശിവ അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി വലിച്ച് തന്നോട് ചേർത്ത് കിടന്നു. ശിവേട്ടാ, വീട് വീട്. ശ്രീ അവൻ്റെ കൈ അയക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. അടങ്ങി കിടക്ക് ശ്രീ, നീ പേടിക്കണ്ട. നിന്റെ സമ്മതമല്ലാതെ ഞാൻ തൽക്കാലം ഒന്നും ചെയ്യില്ല, പോരെ? പിന്നെ പിന്നെ ഈ കൺസെൻട്രേഷൻ അധികകാലമൊന്നും കിട്ടില്ല കേട്ടോ. നമ്മുടെ 5 കൊച്ചുങ്ങളാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്നത്. അത് പറഞ്ഞ് ശിവ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നതും ശ്രീ ആശ്വാസത്തോടെ അവനെയും ചേർത്ത് പിടിച്ച് കണ്ണുകളടിച്ച് കിടന്നു. രാത്രി ഉണ്ണി റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് നോട്ട് എഴുതുന്ന ശീതവിനെയാണ്. അവൻ റൂമിലേക്ക് വരുന്നതും വാതിൽ ലോക്ക് ചെയ്ത് ബെഡിൽ പോയി കിടക്കുന്നതെന്ന് അറിയുന്നുണ്ടെങ്കിലും അവൾ അവനെ നോക്കാതെ ബുക്കിലേക്ക് തന്നെ നോക്കി. പില്ലോയിൽ മുഖമമർത്തി കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവളെ ഒന്ന് നോക്കും, പിന്നെയും അതുപോലെ കിടക്കും. ലൈറ്റ് അടച്ചിരുന്നുവെങ്കിൽ ഉറങ്ങാമെന്ന നിലപാടിലായിരുന്നു. ലൈറ്റ് ഉണ്ടായതുകൊണ്ട് അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവൾ പഠിച്ചോട്ടെ എന്ന് കരുതി അവനൊന്നും പറയാൻ പോയില്ല. പെട്ടെന്ന് അവളുടെ ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ട് നോക്കിയപ്പോൾ കാണുന്നത് ചിരിയോടെ ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് നടക്കുന്നതാണ്. കൂട്ടിപ്പിശാച്ച്, ഇതിനൊന്നും ഉറക്കൂല്ലേ? ബാൽക്കണിയിൽ നിന്ന് കേൾക്കുന്ന സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു ഉണ്ണിക്ക് വിളിക്കുന്നത് സ്ത്രീയാണ്. ബാൽക്കണിയിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ചിരി കേട്ടതും അവന് ചെറുതായി ദേഷ്യം തോന്നി. അവന് വേണ്ട കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുമെങ്കിലും അവൾ അധികം അവന് മുന്നിലേക്ക് പോകാറില്ല. ഇനി അഥവാ മുന്നിൽ പെട്ടുപോയാൽ ഉണ്ണിയൊന്നും മുഖമൊഴിച്ച് നോക്കുകൂടിയില്ല. എല്ലാവരോടും ചിരിച്ചു കളിച്ച് സംസാരിക്കുകയാണെങ്കിലും അതിനിടയ്ക്ക് അവൻ്റെ നിലവട്ടം കണ്ട സംസാരം നേരത്തെ തലയും താഴ്ത്തിയിരിക്കും. അത് കാണുമ്പോൾ അവൻ എവിടെ നിന്നൊക്കെയോ ദേഷ്യം ഇരച്ചു. ആ ദേഷ്യം എന്തെങ്കിലും നിസ്സാര കാര്യത്തിൻ്റെ പേരും പറഞ്ഞ് അവളെ തന്നെ വായക്ക് പറഞ്ഞ് തീർക്കും. എന്നാലും ഒന്നും പറയാതെ എല്ലാം കേട്ട് അവൾ പോരും. ഇടയ്ക്കുള്ള അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ അറിയാതെ അവനൊന്ന് പതറിപ്പോകും. കുറച്ച് കഴിഞ്ഞ് ഫോൺ വെച്ച് ചെയ്ത് റൂമിലേക്ക് വന്ന് ബെഡിൻ്റെ മറു സൈഡിൽ കമിഴ്ന്ന് പില്ലോയിൽ മുഖമർത്തി കിടക്കുന്നവനൊന്ന് നോക്കും. മുടിയെല്ലാം ആടിയൊതുക്കി ലൈറ്റ് അണിച്ച് ബെഡിൻ്റെ മറു സൈഡിലായി പോയി അവനെതിരായി തിരഞ്ഞു കിടന്നു. പതിവിന് വിപരീതമായി അന്ന് ഉറക്കം വരാതെ ഉണ്ണി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. തുറന്നിട്ട ജനൽവാതിലൂടെ ഉള്ളിലേക്ക് വരുന്ന നിലാവിൻ്റെ വെട്ടം റൂമിൽ ചെറു വെളിച്ചം വരുത്തി. തനിക്കെതിരായി തിരിഞ്ഞു കിടക്കുന്നവളൊന്ന് നോക്കി. പെട്ടെന്നാണ് അവൻ്റെ കണ്ണിൽ അവളുടെ പുറത്തുള്ള ഒരു കോയിൻ്റെ വലുപ്പത്തിലുള്ള കാപ്പി നിറത്തിലുള്ള മറുക് ശ്രദ്ധയിൽപ്പെടുത്തി. പിറകിലെ കഴുത്തിത്തിരി ഇറങ്ങിയ ടോപ്പായതിനാൽ ആ മറുക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ തോന്നിയ കൗതുകത്തിന് അവൻ പതിയെ ചൂണ്ടുവിരൽ കൊണ്ട് ആ മറുകിലൊന്ന് തൊട്ട് വിരൽ കൊണ്ട് അമർത്തിയതും പെട്ടെന്ന് ശീതം ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഉണ്ണിക്ക് താൻ എന്താ ചെയ്തതെന്ന ബോധം വന്നത്. എന്താ? അവൾ ഞെട്ടൽ മറച്ച് അവനോടായി ചോദിച്ചു. എന്ത്? അവളുടെ ചോദ്യം കേട്ട് ഉണ്ണി അറിയാത്ത പോലെ ചോദിച്ചു. അത് പിന്നെ നിനക്ക് ശരിക്കും വിക്കുണ്ടോ? അവൻ്റെ ചോദ്യം കേട്ടതും അവളില്ലെന്ന് ചുമൽ കൂച്ചി. എന്നാൽ എന്താണെന്ന് തെളിച്ച് പറ. ഒന്നുമില്ല. അത് പറഞ്ഞവൾ വേഗം തിരിഞ്ഞു കിടന്നു. എൻ്റെ ദൈവമേ, രക്ഷപ്പെട്ടു. ഇവളെന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് ബെബ്ബ അടിക്കേണ്ടി വന്നേനെ. അപ്പോഴത്തെ ക്യൂരിയോസിറ്റിക്ക് അറിയാതെ തൊട്ടുപോയതാണ്. വേണ്ടില്ലായിരുന്നു. എന്നാൽ ഇവളെന്താ വിചാരിച്ചിട്ടുണ്ടാകുക? ഇനിയിപ്പോൾ അവൾ എന്ത് വിചാരിച്ചാലും എനിക്കെന്താ? ഞാനവളുടെ ഭർത്താവല്ലേ. എന്നാൽ മോശമായിപ്പോയി. ഉണ്ണി സ്വയം മനസ്സിൽ ഓരോന്ന് പറഞ്ഞ് ബെഡിൻ്റെ അരികെ പറ്റി കഴുത്തറ്റ പൂടിപ്പൊതിച്ച് കിടക്കുന്നവളെന്ന് നോക്കി നിശ്വസിച്ച് പില്ലോയിലേക്ക് മുഖമമർത്തി കിടന്നു. ദിവസങ്ങൾ വലിയ മാറ്റങ്ങളില്ലാതെ കൊഴിഞ്ഞുപോയി. ഒരു ദിവസം ഷീതു ഉണ്ണിക്കുള്ള ചായയും കൊണ്ട് റൂമിലേക്ക് വന്നതാണ്. അവൾ റൂമിലേക്ക് വന്നതും ഫോൺ ചെയ്തുകൊണ്ട് ഉണ്ണി വന്നതും പെട്ടെന്നായതുകൊണ്ട് ഇരുവരും തമ്മിൽ കൂട്ടിമുട്ടി. അതിൻ്റെ ഫലമായി അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തറയിലേക്ക് വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ അത് പാഴ്സായിരുന്നു. ഒപ്പം അവളുടെ കയ്യിലുള്ള ചൂട് ചായ തുളുമ്പി അവൻ്റെ നെഞ്ചിലായിരുന്നു. നെഞ്ചിലെ നീറ്റലും കഴിഞ്ഞ ദിവസം വാങ്ങിയ 19,000 പുതിയ ഫോൺ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതിൻ്റെ എല്ലാം കൂടി
അവൻ്റെ ദേഷ്യം ഇരട്ടിയായി. ഒപ്പം ബാങ്കിലെ ഒരു ഫയൽ മിസ്സിങ്ങായ ടെൻഷനും കൂടിയായതും അവൻ അവളോട് പൊട്ടിത്തെറിച്ച് പോയിരുന്നു. അവൻ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ നിറഞ്ഞ കണ്ണുകൾ പോലും തുടക്കാതെ തലയും താഴ്ത്തി നിന്നു. അതുകൂടെ കണ്ടതും അവൻ്റെ ദേഷ്യം അതിൻ്റെ എക്സ്ട്രീമി ലെവലിലെത്തിയിരുന്നു. എല്ലാം ചെയ്തു വെച്ച് ഇങ്ങനെ കണ്ണു നിറച്ച് നിന്നാ മതിയല്ലോ, ശല്യം ഒന്ന് പോയി തരോ കൺമുനീന്ന്. ഏത് നേരത്തോ ഇതിനേക്ക് എടുത്ത് തലയിൽ വെക്കാൻ തോന്നിയത്? അതെങ്ങനെയാ? അമ്മയെ പോലെ എല്ലാവരെയും മയക്കെടുക്കാൻ മോളും ഇടയ്ക്കാണല്ലോ. ഉണ്ണി പറഞ്ഞു മുഴുവയ്ക്ക് മുമ്പ് ഷീതുവിൻ്റെ കയ്യിലുള്ള ചായക്കപ്പ് തറയിൽ വീണ് ചിന്തിച്ചത്. അവനവളെ നോക്കുമ്പോൾ കാണുന്നത് ദേഷ്യം കൊണ്ട് ആളിക്കത്തുന്ന കണ്ണുകളുമായി നിൽക്കുന്ന ഷീതുവിനെയാണ്. എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ ഒന്നും മിണ്ടാതെ കേട്ട് നിന്ന് വെക്കും. അത് കരുതി മരിച്ചു പോയ എൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞോ ഞാൻ കേട്ടു നിന്ന് വരില്ല. മരിക്കുന്നത് ഇവർ ആരുടെ മുന്നിലും കൈ നീട്ടാതെ അന്തസ്സായി ജോലി ചെയ്ത് തന്നെയാ എന്നെ വളർത്തി വലുതാക്കിയത്. അതിനിടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ അമ്മ ആരെങ്കിലും മയക്കിയെടുക്കുന്നത്? ഉണ്ടോ? അവൾ ദേഷ്യം കൊണ്ട് അവന് നേരെ അലറിയതും അവൻ അറിയാതെ ഇല്ലെന്ന് തലയാട്ടി. അവൾ ഇതുപോലുള്ളൊരു ഭാവം ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് ഉണ്ണിയാകെ പകച്ചു പോയിരുന്നു. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളോട് എന്നെ കേട്ടാൻ. ഇല്ലല്ലോ, നിങ്ങൾക്ക് എന്നെ വേണ്ടെന്ന് വെക്കാമായിരുന്നില്ലേ? ഇഷ്ടല്ലെങ്കിൽ പിന്നെ എന്തിനാ? മതിയായി എനിക്ക്. കുറെ കാലമായി. ഞാനും ഒരു മനുഷ്യനാ. എനിക്കൊണ്ട് നോവുന്നൊരു ഹൃദയം. അതെന്താ ആരും കാണാത്തേ? എന്തിനാ എന്നോട് മാത്രം എങ്ങനെയൊക്കെ? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? അതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് വായും പൊത്തി കരച്ചിലെടുക്കാൻ ശ്രമിച്ച് റൂമിന് വെളിയിലേക്ക് ഓടിപ്പോയപ്പോൾ കരച്ചിൽ കണ്ടതും അവന് കുറ്റബോധം തോന്നി. അവളുടെ മരിച്ചുപോയ അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് വളരെ മോശമായെന്ന് അവൻ്റെ മനസ്സിൽ തന്നെ വിളിച്ചു പറഞ്ഞു. ഇന്നലെ അവളുടെ അമ്മാവൻ തന്നെ കാണാൻ വന്നതും അവളെയും അവളുടെ അമ്മയെയും പറ്റി കുറെ മോശമായി സംസാരിച്ചു. ഒപ്പം തന്നോട് അവളെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞിട്ടാണ് പോയത്. അതൊക്കെ കൂടി ഓർത്തിട്ടാണ് അവളോടൊപ്പം അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്. ഛേ, ഒന്നും വേണ്ടായിരുന്നു. അവൻ അവൾ പോയ വഴിയെ നോക്കി നീക്കി തടഞ്ഞു. പിന്നെ തറയിൽ കിടക്കുന്ന ഫോണെടുത്ത് സെറ്റ് ചെയ്ത് പവർ ബട്ടൺ നെക്കിയതും അത് ഓണായി വന്നതും നേഹയുടെ കോള് വന്നതും ഒപ്പമായി. മിസ്സിംഗ് ആയ ഫയൽ കിട്ടിയെന്ന് പറയാനാണ് അവൾ വിളിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ വേഗം തിരിച്ചു പോകേണ്ടി വന്നു. പോകുന്നതിന് മുമ്പ് അവൻ അവളെ എല്ലായിടത്തും നോക്കിയെങ്കിലും എവിടെയും അവൻ അവളെ കാണാൻ പറ്റിയിരുന്നില്ല.